ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മാങ്ങാ പായസമാണ്. എപ്പോഴും നമ്മൾ സേമിയ പായസവും ചക്കപ്പായസവും എല്ലാം ചെയ്യാറുണ്ട് ഇല്ലേ? എന്നാൽ മാങ്ങ വെച്ച് നമുക്ക് പെട്ടെന്ന് 10 മിനിറ്റ് മതി, പെട്ടെന്ന് നമുക്ക് ഈ മാങ്ങ വെച്ച് മാങ്ങാ പായസം തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു 150 ഗ്രാം ചവ്വരി എടുത്തായിരുന്നു. അത് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത് വെച്ചിട്ട് ഈ പാത്രത്തിലോട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സേമിയയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ രണ്ടും ഒരുപോലെ വേവിച്ചെടുക്കാം. അന്നേരം നമ്മൾ ചവ്വരിയും സേമിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിപ്പയിലൊന്ന് ഊറ്റിയെടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ അതിൻ്റെ മുകളിൽ ഒഴിച്ച് ഒന്ന് ആ പശയെല്ലാം ഒന്ന് കളഞ്ഞു കിട്ടണം. അല്ലെങ്കിൽ പിന്നെ അതങ്ങനെ ഇരിക്കുമ്പോൾ ഒട്ടിപ്പോവും. നമുക്ക് അതിൻ്റെ പശ വേണ്ട, പശ കളഞ്ഞ് ഇതുപോലെ വെള്ളം ഒഴിച്ചൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത സേമിയയും ചവ്വരിയും നമ്മളങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാനൊരു 3 മാങ്ങ കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞു വെച്ച പകുതി മാങ്ങ നമ്മളെടുത്ത് മിക്സിയുടെ ജാറിലോട്ടിട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത മാങ്ങ നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ചവ്വരിയും സേമിയയും കൂടെ വേവിച്ചിരുന്നത് അതും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് മുന്തിരിങ്ങായി ഇട്ട് കൊടുത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. കൂടുതലോ കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക. കുറച്ച് മധുരവും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മിൽക്ക് മേഡ്, അതൊരു ടേസ്റ്റിന് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും. ഇല്ലെങ്കിൽ വേണ്ട, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടെ ഒന്ന് കൂടി മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് പാല്, അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക. നമുക്ക് കുറച്ച് കട്ടി എങ്ങനെ വേണ്ട, തോനെ വേണോ കട്ടി, കുറച്ച് വേണോ കട്ടി എന്നുള്ള ആലോചിച്ച് നോക്കിയിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് തണുപ്പിച്ച് നല്ല സെറ്റാക്കി ഇടും. അങ്ങനെ നമ്മൾ വെറും 10 മിനിറ്റ് കൊണ്ട് മാങ്ങാ പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാങ്ങാ പായസം വേണമെങ്കിൽ ഇങ്ങനെ കുടിക്കുകയും ചെയ്യാം. ഇത് വെച്ച് നമുക്ക് ഫ്രൂട്ട് സലാഡ് പോലെ ഉണ്ടാക്കാം. നമുക്കൊന്ന് നോക്കാം എങ്ങനെ. ഇതിൽ നമുക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സുകൾ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ എൻ്റെ കയ്യിൽ ഫ്രൂട്ട്സ് ഒന്നും ഇല്ല, അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഈ പാത്രത്തിലോട്ട് ഇട്ടെടുത്ത് ഞാൻ കുറച്ച് ഐസ്ക്രീം ഉണ്ടായിരുന്നു, അതുമൊക്കെ ഇട്ട് കൊടുത്ത് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങായും എല്ലാം ഒന്ന് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുത്ത്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്കൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.